ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ തലേ ദിവസം തന്നെ മീനെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഷിലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്ത് മസാലയും പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. ശേഷം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റായിപ്പോയി. സാധാരണ 5:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്നതാണ് കേട്ടോ. ഇന്ന് എഴുന്നേറ്റപ്പോൾ 7 മണിയായി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും താളം തെറ്റി അടിപൊളിയായി. അതുകൊണ്ട് രാവിലെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ വിട്ടു. രാവിലത്തെ ഫുഡും അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ശേഷം കുട്ടികളെയൊക്കെ വിട്ടിട്ട് ഞാൻ ഒരു മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ശേഷം അവിയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി അതും കട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ മോൻ സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. അവന് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ക്ലാസ്. അവന് മീൻ ഫ്രൈ ഒക്കെ ചെയ്ത് കണ്ടിട്ട് എടുക്കാനായിട്ട് മുകളിൽ ഇങ്ങനെ പയ്യെ വലിഞ്ഞ് കയറുക. എന്നെ സോപ്പിട്ടിട്ട് പയ്യെ ഒരു മീനും കൊണ്ടിട്ട് അവിടുന്ന് പോയിട്ടാണ്. വറുത്ത സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഞാൻ ബാക്കിയുള്ള അവിയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ എല്ലാം കട്ട് ചെയ്ത് പാത്രത്തിലാക്കിയിട്ട് ഉപ്പും മഞ്ഞളും വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്ത് അടുപ്പിൽ വേക്കാനായി വെച്ചു. അവിയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ തിരുക്കിയെടുത്ത് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ടുകൊടുത്ത് അപ്പോഴേക്ക് കറണ്ട് പോയിതേണ്ടേ അടുത്ത പണി. പിന്നെ നമുക്ക് അത് നോക്കി കറണ്ട് വരുന്നേ നോക്കി നിന്നാൽ അത്രയും സമയം വെറുതെ വേസ്റ്റ് ആവും. ടൈം ഈസ് വെരി പ്രീഷ്യസ് എന്നല്ലേ പറയാറുള്ളത്. പിന്നെ ദേ കല്ലിൽ വെച്ചിട്ട് ചതച്ചിട്ട് ഇത് നമ്മുടെ അവിയലിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും അവിയലും എല്ലാം റെഡിയായി. അങ്ങനെ ചോറും കറികളും എല്ലാം ആയിട്ട് ഞാനും മോനും തന്നെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.